നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾക്ക് ഏറെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു പറ്റം ജനങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ എന്തെങ്കിലും പോസ്റ്റ് വരുമോ എന്ന് പലരും ഉറ്റുനോക്കുന്നവരുമുണ്ട്. അതിന്റെയൊക്കെ തെളിവാണ് 19 മിനിറ്റ് മാത്രം മുൻപിട്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റിന് 6000-ൽ പരം ലൈക്കുകൾ കിട്ടുന്നതിന്റെ സാഹചര്യം അതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി തന്നെ രാഷ്ട്രീയ നിരീക്ഷണം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ തെളിവാണ് ഈ പോസ്റ്റ്. രാഹുലിന്റെ പോസ്റ്റിലേക്ക് തന്നെ കടക്കാം. ശ്രീ അടൂർ പ്രകാശിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു അത്രേ. ആയിക്കോട്ടെ, ഒരു അന്വേഷണ ഏജൻസിക്ക് ആരെയും ചോദ്യം ചെയ്യാം. പക്ഷേ എന്താണ് SIT അന്വേഷിക്കുന്ന ഇവിടത്തെ ഒഫൻസ്? പോറ്റിക്കൊപ്പം ആരൊക്കെ ഫോട്ടോ എടുത്തു എന്നുള്ളതാണോ? അതോ ഈ ക്രിമിനൽ കേസിൽ പ്രതിയാകും മുൻപ് ആർക്കൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ട് എന്നാണോ? ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ ചോദ്യം ചെയ്യൽ നോട്ടീസ് അയക്കാനാണ് SIT ഉദ്ദേശിക്കുന്നത് എങ്കിൽ ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സ് SITക്ക് അറിയില്ല എന്നാണോ? SIT അന്വേഷിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ പറ്റിയാണ് എന്ന് സർക്കാർ മറന്നാലും അന്വേഷണ സംഘം മറക്കരുത്. ആ സ്വർണ്ണക്കൊള്ളയിൽ ശ്രീ അടൂർ പ്രകാശിന് എന്ത് ബന്ധമാണ് ഉള്ളത്? ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് 2019 മുതലാണ്. ശ്രീ അടൂർ പ്രകാശ് 2019 തൊട്ട് സർക്കാരിന്റെ ഭാഗം അല്ലാത്ത പ്രതിപക്ഷ MP മാത്രമാണ്. അങ്ങനെ ഒരു പ്രതിപക്ഷ MPക്ക് സർക്കാർ ആസൂത്രിതമായി നടത്തിയ ഒരു സ്വർണ്ണക്കൊള്ളയിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? അതോ ഒരു പ്രതിപക്ഷ MPക്ക് പോലും സ്വർണ്ണക്കൊള്ള നടത്താൻ പറ്റുന്നത്ര കഴിവുകെട്ടവരാണോ ഈ ഭരണകൂടം? അപ്പോൾ ആ കാര്യം അതൊന്നുമല്ല. ശബരിമലയിലെ അയ്യപ്പന്റെ പൊന്നുവരെ കട്ട ഈ ജനവിരുദ്ധ സർക്കാരിന്റെ നഷ്ടമായ ഇമേജ് വീണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ള ലാസ്റ്റ് റൗണ്ട് ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ വിജയനും വിജയൻ സേനയും വിജയന് സ്തുതിപാടുകരായിട്ടുള്ള ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരും എത്ര ഓവർ ടൈം ഡ്യൂട്ടി ചെയ്താലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തന്നതിനേക്കാൾ വലിയ അടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനം തരും. ജനം തിരിച്ചറിയും ഈ ചോദ്യം ചെയ്തല്ലേ രാഷ്ട്രീയം. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതും ജയിലിൽ നിന്നും ഇറക്കിയതും സഖാക്കൾ തന്നെയാണ്. പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയത് മാത്രമല്ല, പോറ്റിയെ ഇറക്കിയെ സ്വർണം ആവിയായി മാറ്റി എന്ന് പറയേണ്ട വരും നമുക്ക്. എന്തായാലും അടൂർ പ്രകാശിന് വേണ്ടി അടൂർ പ്രകാശ് എന്താണ് ചെയ്തത് എന്ന് പറയണം. ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സ് മാറിപ്പോയോ? മുമ്പും എടോ വിജയ എന്ന് വിളിച്ചുകൊണ്ടുള്ള അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റ് വൈറലാകുന്നത്. കത്തിക്കയറുകയാണ് രാഹുലിന്റെ പോസ്റ്റ് എന്ന് വേണം പറയാൻ. എന്തായാലും രാഹുലാണ് യഥാർത്ഥ ലീഡർ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ശരിയാണ്, നിങ്ങൾ എന്തിനാണ് വെപ്രാളപ്പെടുന്നത്? SIT എത്രയോ പേരെ ചോദ്യം ചെയ്തിരിക്കുന്നതിനും ഇനി ചോദ്യം ചെയ്യുമായിരിക്കും. അതിലെന്താണ് കൗതുകകരം? അടൂർ പ്രകാശ് സാറിൽ നിന്ന് മൊഴിയെടുത്തതിൽ ഇങ്ങനെ കയറു പൊട്ടിക്കേണ്ട ഒരു കാര്യമില്ല. പിന്തുണ ഉറപ്പിക്കലാണോ? ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരാൾ മോഷണം നടത്തിയാൽ പ്രതിയാവുന്നയാളുമായി നിരന്തരം ബന്ധപ്പെട്ടയാളെ പ്രതിയുടെ വീട്ടിലെ നിത്യ സന്ദർശകരെയും ചോദ്യം ചെയ്തതിൽ എന്താണ് അസ്വാഭാവികത? നിങ്ങൾ ഉദ്ദേശിക്കുന്നവർ മാത്രം പ്രതിപട്ടികയിൽ വരണമെന്ന് വാശി പിടിക്കുന്നതിന് എന്താണ്? എല്ലാ പ്രതികളും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അർഹമായ ശിക്ഷ ലഭ്യമാക്കുന്നതിന് അന്വേഷണ സംഘത്തെ പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും അല്ലേ വേണ്ടത്? എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിലവിലെ സാഹചര്യത്തിൽ കേരള നിയമസഭയിൽ ജനം തെരഞ്ഞെടുത്ത സഭയിൽ താണ്ഡവമാടി ചേംബർ തകർത്ത് ഉന്നതരെ വ്യക്തിഹത്യ ചെയ്തു. ചിലരുടെ പാവാട ചരടിന്റെ ബലത്തിൽ അധികാരത്തിൽ വന്ന് സർവനാശമാക്കി എതിരാളികളെ കേസെടുത്ത് നിശബ്ദമാക്കാം എന്ന് കരുതരുത്. കേരള ജനത വിവേകമുള്ളവരാണ്. താമസിക്കാതെ കാലുവാരി ഭിത്തിയിൽ അടിക്കും. ആദ്യ വർഷത്തിൽ DGPമാരുടെ മണ്ടയിൽ കുതിര കയറി വർഷം നഷ്ടപ്പെടുത്തി. മഞ്ഞക്കുറ്റി അണ്ണാക്കിൽ അടിക്കാൻ പാവപ്പെട്ടവരുടെ പേരിൽ കേസ്. ശേഷം നവകേരള തീറ്റയാത്ര നടത്തി ചെറുപ്പക്കാരുടെ തല തകർത്തു. രാഷ്ട്രീയ വൈരാഗ്യം തീർത്ത് അന്ധകാരത്തിൽ തള്ളിയ എരണം കെട്ടവരെ ലിബിയൻ നേതാവ് കേണൽ ഗദ്ദാഫിക്ക് ജനം നൽകിയ സമ്മാനം ഓർത്താൽ നന്നാവുമെന്ന് പറഞ്ഞുകൊണ്ട് പലരും കമന്റ് ചെയ്യുന്നുണ്ട്. രാഹുലിന് നീ പോയി വണങ്ങിയ അയ്യപ്പൻ ഉണ്ടല്ലോ, സത്യമുള്ളവനാണ് മോലെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത ആദ്യ രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിന്റെ ചോദ്യങ്ങളെയാണ് CPM ഭയക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശബ്ദം ഇനി പൊങ്ങാതിരിക്കാൻ പുതിയ കേസുകൾ ഉണ്ടാക്കുന്നതും. പക്ഷേ എല്ലാം ചീറ്റിപ്പോവുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം കൃത്യമായി തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത്രയും കഴിവുകെട്ട സർക്കാരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും പിണറായി വിജയൻ ഇത്തവണയും വിജയൻ എന്ന് തന്നെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം കൃത്യമായിട്ടുള്ള പോസ്റ്റ് ഇട്ടിരിക്കുന്നത്.